എന്ത് അധികാരത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജോലി എന്താണ്? ഉത്തരവാദിത്വം എന്താണ്? തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. ഇവിടെയുള്ള എല്ലാവരും ഈ മണ്ണിന്റെ മക്കളാണ്, ഇവിടുത്തെ പൗരന്മാരാണ്. 75 വർഷമായിട്ട് ഇവിടെ തന്നെ ജീവിച്ച ആളുകളുടെ മക്കളായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇന്നത്തെ അവസ്ഥയിൽ കേരളത്തിന്റെ അവസ്ഥ എന്താണ്? അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കുമുള്ള വോട്ടർ പട്ടിക മരവിപ്പിച്ചു. നമുക്ക് ആർക്കും വോട്ടില്ല ഇന്നത്തെ അവസ്ഥയിൽ. ഇനി വോട്ട് കയറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ നവംബർ 4 തൊട്ട് ഡിസംബർ 4 വരെയുള്ള ഒരു മാസത്തെ കാലയളവിൽ അവർ തരുന്ന ഫോമുകൾ ഫില്ല് ചെയ്യണം, അവരാവശ്യപ്പെടുന്ന രേഖകൾ തരണം. അപ്പോഴും എന്താണ് ഈ പറയുന്ന ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് പറഞ്ഞ് നമ്മളുടെ വീട്ടിൽ വരുന്ന ആൾക്ക് വേണമെങ്കിൽ പറയാം, ഈ പറയുന്ന ആള് ഇവിടെ താമസിക്കാത്ത ആളാണ്, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഇവിടെ താമസിക്കാത്ത ആളാണ്. അങ്ങനെ സാധാരണ രീതിയിൽ ഇവിടെ താമസക്കാരനല്ലാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ വോട്ട് വെട്ടാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ ജാഗ്രതയോടെ നിൽക്കേണ്ട ഒരു സമയമാണിത്. രാഷ്ട്രീയപരമായിട്ട് ഈ SIR-നെ നമ്മൾ എതിർക്കുക തന്നെ ചെയ്യുകയാണ്. ബഷീർ സാഹിബിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ ഏകദേശം 1 മാസത്തോളം ഞങ്ങൾ ഈ SIR-ന് വേണ്ടിയിട്ട് പാർലമെന്റിനെ സ്തംഭിപ്പിച്ചു. അതിനുശേഷം നമ്മളുടെ ദേശീയ ഓഫീസ് ബെയറേഴ്സിന്റെ മീറ്റിംഗിൽ എടുത്ത തീരുമാനപ്രകാരം ഈ SIR-നെതിരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം സുപ്രീം കോടതിയിൽ ഹർജി നൽകി. PK കുഞ്ഞാലിക്കുട്ടി എന്ന ജനറൽ സെക്രട്ടറിയുടെ ഹർജി ഇപ്പോഴും അവിടെ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് ഈ പറയുന്നത് പോലെ പൗരത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടാമോ അല്ലെങ്കിൽ തെളിയിക്കണമെന്ന് പറയാകോ എന്നുള്ള ചോദ്യമാണ് കോടതിയുടെ മുന്നിലുള്ളത്. അതിനകത്ത് നമുക്ക് അനുകൂലമായിട്ട് തീരുമാനം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു കാര്യത്തിലേക്കും പോകേണ്ടതില്ല. പക്ഷേ ആ തീരുമാനം കുറച്ച് വൈകുകയാണെങ്കിൽ ഈ പറയുന്ന നവംബർ 4 തൊട്ട് ഡിസംബർ 4 വരെയുള്ള കാലയളവ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലായിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ജാഗ്രതയോടെ നിൽക്കണം. ഒരുപാട് വർക്ക്ഷോപ്പുകൾ നമ്മൾ നടത്തേണ്ടി വരും. ഇപ്പോൾ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത് ബാധകമല്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. സ്റ്റേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർ ഫ്രീസ് ചെയ്തിരിക്കുന്ന ആ വോട്ടർ പട്ടികയിൽ കൂടിയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പക്ഷെ ഇത് ബാധിക്കാൻ പോകുന്നത് 6 മാസം കഴിഞ്ഞ് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലായിരിക്കും. അപ്പൊ അങ്ങനെ